നിത്യവഴുതന വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഒറ്റ കാ പോലും പൊഴിഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിത്ത് നടുമ്പോഴത്തേക്കിന് വിത്ത് ചീഞ്ഞു പോകാതെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ചകിരിച്ചോറും പെർലൈറ്റ് വെർമിക്കുലേറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ചകിരിച്ചോറ് മാത്രം മതി. കമ്പോസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രം. സീഡ്ലിംഗ് ട്രേ ഇല്ലാത്തവർ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മുളപ്പിച്ചെടുത്താൽ മതിയേ. പല ആൾക്കാരും വിത്ത് ഒരു 8 മണിക്കൂർ വെള്ളത്തിലിടും. അതാണ് വിത്ത് ചീഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. വിത്ത് വെള്ളത്തിലിടുകയേ ചെയ്യരുത്. നിത്യവഴുതന നനവ് കൂടിയ വിത്ത് ചീഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വിത്ത് ട്രേയിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഓവറായിട്ട് റാം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നനച്ച തണലത്ത് മാറ്റി വെക്കാം. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ വിത്തിന് മുള പൊട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. മുള പൊട്ടുന്ന സമയം വരെ നമുക്ക് തണലത്ത് വെക്കണം. മുള പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1 മണിക്കൂറെങ്കിലും നമ്മൾ വെയിൽ കൊടുക്കാവുന്നുണ്ടെങ്കിൽ ബുഷായിട്ട് ചെടി വളരും. വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നീളം വെക്കും. അത് കുഴപ്പമില്ല. അപ്പോൾ തന്നെ തൈ മാറ്റി നടണമെന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തൈക്ക് നല്ല കരുത്ത് വന്നതിന് ശേഷം മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. തുടക്കത്തിൽ ഇതിന്റെ തണ്ടിന് കനം വളരെ കുറവാണ്. തണ്ടൊടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വിത്ത് മുളപ്പിക്കാൻ വെക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പായിട്ട് നമ്മൾ മണ്ണൊരുക്കി ഇടണം. മണ്ണൊരുക്കി ഇടേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായം ഇട്ട് pH ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഏത് വളം വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം നിത്യവഴുതനയ്ക്ക് വലിയൊരു കെയറിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഏത് വളത്തിലാണെങ്കിലും പെട്ടെന്ന് ചെടി വളരും. ഈ സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തൈ മാറ്റി നടണം. കാരണം മഴച്ചാറ്റിലുള്ള സമയമാണ്. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ തൈ വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ മാറ്റി നടാവൂ. തൈക്ക് നല്ല കരുത്ത് വന്നതിന് ശേഷം മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന പരുവത്തിൽ തൈ മാറ്റി നടുക. സപ്പോർട്ട് കൊടുക്കണേ. താങ്ങ് കൊടുത്തില്ലെങ്കിൽ തൈയുടെ തണ്ടൊടിഞ്ഞു പോകുന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ താങ്ങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാനിവിടെ സാധാരണ പ്ലാസ്റ്റിക് ചാക്കിലാണ് തൈ നടുന്നത്. നിങ്ങൾ ബക്കറ്റിലൊക്കെയാണ്, ബക്കറ്റിന്റെ വള്ളിയിലോ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ കമ്പ് താങ്ങായിട്ട് കൊടുക്കാവുന്നതാണ്. സിമെന്റ് ചാക്കിലൊക്കെ നടുമ്പോൾ നമുക്ക് പെട്ടെന്ന് താങ്ങ് കൊടുക്കാൻ പറ്റും. കാരണം ചാക്കിന്റെ സൈഡ് വഴി നമുക്ക് ഹോള് കൊടുത്തിട്ട് അതുവഴി നമുക്ക് കണക്ട് ചെയ്ത് ഒരു ചെറിയ പന്തലിലോട്ട് കയറ്റി വിടാവുന്നതാണ്. നിത്യവഴുതനയ്ക്ക് വലിയൊരു പന്തലിന്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങളിലോട്ടൊക്കെ കയറ്റി വിടാവുന്നുണ്ടെങ്കിൽ നിറയെ കാ പിടിക്കും. ഞാൻ ഈ പ്ലാസ്റ്റിക് ചാക്കിന്റെ സൈഡിൽ 2 ഹോള് കൊടുത്തതിന് ശേഷം 2 പ്ലാസ്റ്റിക് ചരട് അതിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ വള്ളി ചുറ്റി മുകളിലോട്ട് കയറ്റി വിടുന്നത്. ടൈമായിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞുണ്ടല്ലോ പെട്ടെന്ന് വള്ളി വീശി തുടങ്ങും. അതുപോലെ തന്നെ ഇലയ്ക്കൊക്കെ നല്ല വലിപ്പം വെക്കുകയും ചെയ്യും. നിത്യവഴുതനയിൽ ആമോണ്ട് പോലെയുള്ള പ്രാണികളുടെ ശല്യം വളരെ കുറവാണ്. അതായത് കീടങ്ങളുടെ അറ്റാക്കിങ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വള്ളി വീശി പടർന്നു കയറും. വള്ളി വീശി തുടങ്ങുന്ന സമയത്ത് ചെടിയുടെ ഇലകൾക്ക് കേടുപാടൊന്നും വരികയില്ല. വേരുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും. അത് വരാതിരിക്കാനായിട്ട് നമുക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മാറ്റി വയ്ക്കണം. സ്യൂഡോമോണസ് എപ്പോഴും തെളി മാത്രമാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത്. ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടും. അതിനാണ് സ്യൂഡോമോണസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലയിലും കൊടുക്കാം, ചുവട്ടിലും കൊടുക്കാം. പാക്കറ്റ് ഡേറ്റ് നോക്കി മാത്രമേ എടുക്കാവുള്ളൂ. സ്യൂഡോമോണസ് എപ്പോഴും തണലത്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വെയിലുള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടേയില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ റിസൾട്ടും കിട്ടുകയില്ല. പൂ കുത്തി വരുമ്പോഴത്തേക്കിന് നിറച്ച് കാ പിടിക്കാനായിട്ട് നമുക്ക് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിക്കേണ്ട രീതിയും അതിനകത്ത് കൊടുക്കേണ്ട വെള്ളത്തിന്റെ അളവും ഒക്കെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് തീർച്ചയായിട്ടും കാണുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കാവേ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 45-50 ദിവസം കൊണ്ട് നിറയെ നിത്യവഴുതന വിളവെടുക്കുവാൻ സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന നിത്യവഴുതനയുടെ വിത്ത് നിങ്ങൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. വിത്ത് കിട്ടും. ചെറിയ വീഡിയോ, വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്